ഹായ് ചെങ്കളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയാണിത്. അതുപോലെ തന്നെ 2-3 ദിവസം ഒരു കേടും കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പും മീൻകറിയുടെ റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മീൻകറി റെസിപ്പികൾക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. ഈ കറിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം പാരയാണ്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരണം. ഇപ്പം ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിന് ഞാൻ 500 ഗ്രാം മീനിന് ഒരു 2 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നമുക്ക് വയ്ക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്നത് അതിലെ പുളിയൊക്കെ പെട്ടെന്ന് ഇറങ്ങി കിട്ടും. ഇനി നമ്മുടെ അംഗം മുഴുവൻ ഒരു മൺചട്ടിയാണ്. മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഈ മീൻ കറി തയ്യാറാക്കുക. ചട്ടി ഒന്ന് അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക്, പ്രത്യേകിച്ച് കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. അതും ഒരല്പം കൂടുതൽ വേണം, എന്നാലേ ആ മീൻ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ചറപറാന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടുതൽ ചേർക്കല് കറിയുടെ ടേസ്റ്റ് മാറും. കടുകും ഉലുവയും ടീസ്പൂൺ അളവിനാണ് എടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂൺ അല്ല. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്കൊരു 75 ഗ്രാം ചെറിയ ഉള്ളി നെടുവെ പൊളന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. 70 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം 15 മുതൽ 20 എണ്ണം വരെ കാണും. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയുടെ യഥാർത്ഥ രുചി കിട്ടുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് വാടുന്നത് വരെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 പച്ചമുളക് നെടുവേ കീറിയതും, കറിക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. തീ കൂട്ടി വയ്ക്കരുത്, തീ കൂട്ടി വെച്ചിരുന്നാൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറി ഒന്ന് ട്രൈ ആക്കി എടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മസാലയുടെ പച്ച മണമൊക്കെ മാറി നന്നായിട്ട് ട്രൈ ആയി വരണം. എന്നാൽ മാത്രമേ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ട്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കറിയിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം.
ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ മസാല വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പാരയാണ്. പാരയാവുമ്പം കറിക്ക് നല്ല ടേസ്റ്റും കാണും, മീൻ ഒരുപാടങ്ങ് പൊടിഞ്ഞും പോകത്തില്ല. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാവൂ. ഈ മസാലയിൽ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പീസൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം. ഇനിയൊന്ന് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരു കാരണവശാലും മീൻ പകുതി വേവ് കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് ഇളക്കരുത്, മീൻ പൊടിഞ്ഞ് അതിൻ്റെ പാട്ടിന് പോകും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഉപ്പും പുളിയും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേവി കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഒന്നും കൂടെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കറിയൊക്കെ വറ്റി മീനൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് സാധാരണ മീൻ വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത്, പക്ഷേ ഈ രീതിയിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോഴായിരിക്കും എരിവും ഉപ്പും പുളിപ്പും ഒക്കെ പിടിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഇനി മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ കുറുകി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കി, കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് കുറച്ച് ദിവസം ഇത് ഒരു കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. 2-3 ദിവസം വരെ നമുക്ക് ഒരു കേടും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് കോട്ടയം സ്റ്റൈലിലെ മീൻ കറി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരു തവി ചോറും കുറച്ച് കപ്പയും എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു കഷ്ണം പീസും കൂടെ വെച്ച് പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ട് ആ ചോറും കപ്പയും കൂടെ കുഴച്ച് ഇതുപോലെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉച്ച സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ. ബായ് ബായ്.